ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ SCERTയുടെ അടുത്ത പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത പാഠങ്ങൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ന്യൂ SCERT ചാപ്റ്റേഴ്സ് എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ പാഠഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഉപകരിക്കുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, ഈ ക്ലാസ് എനിക്ക് ഉപകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ തരുന്ന ഓരോ ക്ലാസ്സുകളും അതിന്റെ PDF-ഉം അതുപോലെ തന്നെ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റും എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് നടക്കുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മോക്ക് ടെസ്റ്റുകളും എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മൾ താഴെ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാമൂഹ്യശാസ്ത്രം 5ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് തൊഴിൽ വൈവിധ്യങ്ങൾ. ആദ്യത്തെ പോയിന്റ്, ലോക തൊഴിലാളി ദിനം. ലോക തൊഴിലാളി ദിനം എന്നാണ്? ലോക തൊഴിലാളി ദിനം എന്ന് മെയ് 1-നാണ്. ലോക തൊഴിലാളി ദിനം, അതായത് ലോക തൊഴിലാളി ദിനം മെയ് 1-നാണ്. ലോക തൊഴിലാളി ദിനം മെയ് 1-നാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത് എന്ന്? ഇന്ത്യയിൽ ആദ്യമായി ആചരിച്ചത് എപ്പോഴാണ്? 1923 മെയ് 1-നാണ്. ലോക തൊഴിലാളി ദിനം മെയ് 1-നാണ്. അത് നമുക്കറിയാം. അപ്പോൾ എന്നാണ് ഇന്ത്യയിൽ അത് ആദ്യമായി ആചരിച്ചത് എന്ന് ചോദ്യം വന്നാൽ 1923 മെയ് 1-നാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത്. ആ ഡേറ്റ് പഠിച്ചു വെക്കണം. 1923 മെയ് 1-നാണ്. നമ്മൾ ആദ്യം പഠിച്ചു ലോക തൊഴിലാളി ദിനം, അതെ മെയ് 1-നാണ്. പക്ഷെ എപ്പോഴാണ് അത് ഇന്ത്യ ആചരിച്ചത്? ഇന്ത്യ ആദ്യമായി ആചരിച്ചത് 1923 മെയ് 1-നാണ്. 1923 മെയ് 1. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടേബിൾ നോക്കാം. വരുമാന സ്രോതസ്സുകളും വരുമാനവും. ഓക്കെ, ഓരോ സ്രോതസ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കൃഷി, തൊഴിൽ, ബിസിനസ്, ഇതിന്റെയൊക്കെ വരുമാനം എന്താണ്? ചിലപ്പോൾ നമുക്ക് പ്രിലിംസിനൊക്കെ ഇതൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. കൃഷി ഒരു വരുമാന സ്രോതസ്സാണ്. എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം? എന്താണ് അത്? വിളയാണ്. ഓക്കെ, കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് വിള. തൊഴിൽ എന്താണ്? തൊഴിൽ കിട്ടുന്നത് കൂലി, ശമ്പളം. നമുക്കറിയാം, നമ്മളൊരു തൊഴിൽ ചെയ്താൽ അതിന് നമുക്ക് എന്ത് കിട്ടണം? വേതനം, അതായത് കൂലി, ശമ്പളം എന്നിവ കിട്ടണം. ഓക്കെ, ബിസിനസ് എന്ത് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുന്നതാണ്? ഒരു ബിസിനസ്സിലേക്ക് കുറച്ച് പൈസ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തോ ഒന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ്? ലാഭം. അപ്പോൾ ലാഭമാണ് ഇവിടെ ബിസിനസ്സിൽ നമ്മുടെ വരുമാനം. അപ്പൊ കൃഷിയിൽ എന്താണ്? കൃഷി ഇറക്കുന്നത് എന്തിനാണ്? വിളവെടുക്കാനാണ്. അപ്പോൾ വിളയെടുക്കാനാണ്. അപ്പോൾ വിളക്ക് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. തൊഴിൽ ചെയ്യുന്നത് എനിക്ക് കൂലി കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നത്. ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ ഇട്ട പണത്തിന്റെ ലാഭം എനിക്ക് കിട്ടണം. ഓക്കെ, ലാഭം, ബിസിനസ് ലാഭം. ബാങ്ക് നിക്ഷേപം എന്തുദ്ദേശിച്ചിട്ടാണ്? പലിശ. ബാങ്ക് നിക്ഷേപം, പലിശ. എന്താണ് വരുമാനം? എന്താണെന്ന് ചോദിച്ചാൽ പലിശയാണ്. ആസ്തികൾ, വാടക, പാട്ടം എന്നിവയൊക്കെയാണ് ആസ്തികളുമായി. അതായത് നമുക്കൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പാട്ടത്തിന് കൊടുക്കും, അല്ലെങ്കിൽ എന്താ വാടകക്ക് കൊടുക്കും. ഇതൊക്കെ എന്താണ്? അത് എന്തിൽ പെടുന്നതാണ്? ആസ്തികളുമായി ബന്ധപ്പെട്ട വരുമാനമാണ് വാടക അല്ലെങ്കിൽ പാട്ടം. ഓക്കെ, നമുക്ക് അങ്ങനെ കാണാതെ പഠിക്കാനുള്ളതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. കൃഷി ചെയ്യുന്നത് എന്തിനാണ്? വിള അതിൽ നിന്നും കിട്ടാനാണ്. സാമാന്യ ബോധം മതി. അപ്പോൾ വിള കിട്ടാനാണ്. പിന്നെ തൊഴിൽ ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് കൂലി കിട്ടാനാണ്. അതും നമുക്കറിയാം. പിന്നെ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് ഇട്ട പണം ലാഭമായി ഇങ്ങോട്ട് കിട്ടാനാണ്. ഓക്കെ, ലാഭം. പിന്നെ ബാങ്കിൽ നിക്ഷേപങ്ങൾ പലിശയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം. ബാങ്ക് നിക്ഷേപം, പലിശ. ആസ്തികൾ, നമുക്കൊരു ആസ്തി ഉണ്ടെങ്കിൽ, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റൂം ഉണ്ട്, ആ റൂം നമ്മൾ എന്ത് ചെയ്യും? വാടകക്ക് കൊടുക്കും. അപ്പോൾ വാടക, പാട്ടം എന്നിവ എന്താണ്? ആസ്തികളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഓഹരി നിക്ഷേപങ്ങൾ എന്താണ്? ലാഭവിഹിതം. ഓക്കെ, ലാഭവിഹിതം. ഓഹരി നിക്ഷേപങ്ങൾ ലാഭവിഹിതം. ഓഹരി നിക്ഷേപങ്ങൾ ലാഭവിഹിതം. ഓക്കെ, ഓഹരി നിക്ഷേപങ്ങൾ ലാഭവിഹിതം. അപ്പൊ ഈ ബോക്സ് ക്ലിയർ ആയല്ലോ. ചിലപ്പോൾ ബോക്സ് ആക്കിയിട്ട് ചിലപ്പോൾ ചോദ്യം വന്നാൽ ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യണം. കൃഷി വിളയാണ്, തൊഴിൽ കൂലി അഥവാ ശമ്പളമാണ്. പിന്നെ ബിസിനസ് എന്താണ്? ബിസിനസ് ചെയ്യുന്നത് നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലാഭമാണ്. ബാങ്ക് നിക്ഷേപം പലിശ. ഓക്കെ, ബാങ്ക് നിക്ഷേപം പലിശയാണ്. ആസ്തികൾ വാടക അഥവാ പാട്ടം. ബോക്സ് സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. എന്താണ്? വ്യക്തിഗത
വരുമാനം. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന, ഒരു ഇത്ര കാലത്തേക്ക് ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനമായി കണക്കാക്കുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന, കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടെ ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്നത്, ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഓക്കെ, ഇതെന്താണ്? വ്യക്തിഗത വരുമാനം. അതൊരു വ്യക്തിക്കുള്ളതാണ്. അപ്പൊ കുടുംബത്തിനാവുമ്പോൾ അത് കുടുംബ വരുമാനമാവും. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് വ്യക്തിഗത വരുമാനം, ഇത് കുടുംബ വരുമാനം. പോയിന്റ് എന്താണ്? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവ്, ഇത്ര കാലത്തേക്ക് കിട്ടുന്ന എന്താണ്, ഇത്ര കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനം. ഓക്കെ, ഇത്ര കാലത്തേക്ക് ലഭിക്കുന്ന ആകെ വരുമാനം എന്തായിട്ട് കണക്കാക്കുന്നു? വ്യക്തിഗത വരുമാനമായി കണക്കാക്കുന്നു. എന്നാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം, എല്ലാ അംഗങ്ങൾക്കും കൂടെ ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഓക്കെ, അടുത്തത് നോക്കാം. തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. അതേലോ, തൊഴിലുകളിലൂടെയും ലഭിക്കുന്നു, തൊഴിലിതര മറ്റു പല മാർഗങ്ങളുണ്ടല്ലോ നമുക്ക് വരുമാനങ്ങൾ ലഭിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഇനി കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണം സസ്യങ്ങൾ വളർത്തൽ കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണമാണ്. നമുക്കറിയാം സസ്യങ്ങൾ വളർത്തൽ, അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ അല്ലെ, കന്നുകാലി വളർത്തൽ, അതുപോലെ തന്നെ മത്സ്യകൃഷി, ഇതൊക്കെ എന്താണ്? കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണമാണ്. പിന്നെ കാർഷികേതര തൊഴിലുകളും ഉണ്ട്, കാർഷിക തൊഴിലുകളും ഉണ്ട്, കാർഷിക ഇതര തൊഴിലുകളും ഉണ്ട്. അപ്പൊ കാർഷിക തൊഴിലുകൾ ഏതൊക്കെയാണ്? സസ്യങ്ങൾ വളർത്തൽ, കന്നുകാലി വളർത്തൽ, പിന്നെ ഏതാണ്? മത്സ്യകൃഷി. ഇതൊക്കെ ഏതിൽ പെടും? ഇതൊക്കെ കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ എത്ര ശതമാനം പേരാണ് കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആണ് ഇത്. 2022-23 എക്കണോമിക് റിവ്യൂ പ്രകാരം എത്രയാണ്? 46.5%. 46.5% ആണ്. ഓക്കെ, 46.5% ആളുകളും എന്താണ്? കാർഷിക തൊഴിലുകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ എത്ര ശതമാനം പേരാണ് കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഇക്കണോമിക് റിവ്യൂ ഏത് വർഷത്തിന്? 2022-23 ഇക്കണോമിക് റിവ്യൂ പ്രകാരം എത്രയാണ്? 46.5% ആളുകളും കാർഷിക തൊഴിലുകളാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 46.5 ആണ് കേട്ടോ, 46.5%. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത തൊഴിൽ കാർഷികേതര തൊഴിൽ എന്നറിയപ്പെടുന്നു. ഓക്കെ, കാർഷിക തൊഴിലുകളിൽ പെടാത്തതാണ് കാർഷിക ഇതര അല്ലെ, കാർഷിക ഇതരം. അപ്പൊ ആലോചിച്ചാൽ മതി, കാർഷികേതര തൊഴിലുകൾ. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വസ്ത്രനിർമ്മാണം, പിന്നെ ഏതാണ്? കെട്ടിട നിർമ്മാണം, ബിസിനസ് ഒന്നും കാർഷികത്തിൽ പെടില്ലല്ലോ. പിന്നെ അധ്യാപനം. ഓക്കെ, അധ്യാപനം, പിന്നെ അതുപോലെ തന്നെ ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ, ഇതൊന്നും കാർഷിക മേഖലയിൽ പെടുന്നതല്ല. നമുക്കറിയാം അല്ലെ. കാർഷിക ഇതര തൊഴിലുകൾക്ക് ഉദാഹരണമാണ് വസ്ത്രനിർമ്മാണം. ചിലപ്പോൾ ചോദ്യം വരും താഴെ തന്നിരിക്കുന്നതിൽ കാർഷിക തൊഴിലുകളിൽ പെടാത്തത് ഏത്? അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കണം. പ്രത്യേകിച്ച് ഈ വസ്ത്രനിർമ്മാണം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വസ്ത്രനിർമ്മാണം കാർഷികേതര തൊഴിലുകളിലാണ് പെടുന്നത്. കെട്ടിട നിർമ്മാണം, ബിസിനസ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ, ഇതൊക്കെ കാർഷികേതര തൊഴിലുകളാണ്. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെ ആസ്തികൾ എന്ന് പറയുന്നു. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെ ആസ്തികൾ എന്ന് പറയുന്നു. ഓക്കെ, തൊഴിലുടമയുടെ നിയന്ത്രണത്തിൽ അല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നത് സ്വയം തൊഴിലാണ്. എന്താണ്? സ്വയം തൊഴിലാണ്. തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതാണ് സ്വയം തൊഴിൽ. സ്വയം തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തി തന്നെയാണ് തൊഴിലുടമയും തൊഴിലാളിയും. അത് നമുക്കറിയാലോ. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ തന്നെയാണ് എന്താണ്? മുതലാളി അയാളാണ്, തൊഴിലാളിയും അയാളാണ്. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്. തൊഴിൽ പദ്ധതികൾ, ഇതാണ് നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യം വരാൻ സാധ്യത ഉള്ളത്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കാം. ഹായ്, ദിവസവും ഒരു 20-25 മിനിറ്റ് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്കും ഒരു സർക്കാർ ജോലി നേടാനാകും. PSC ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ പുതിയൊരു വാട്സാപ്പ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കിടയിൽ പഠിക്കുന്ന ആളുകളെയും എല്ലാമാണ് നമ്മുടെ ഈ ബാച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ആളുകൾക്ക് എന്തായാലും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്മാർട്ട് വർക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 20-25 മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക്കുകളുടെ മോക്ക് ടെസ്റ്റ് അന്ന് തന്നെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് റിവിഷൻ എക്സാം നടക്കുന്നതാണ്. എല്ലാ മാസവും നിങ്ങൾക്കായുള്ള മീറ്റിങ്ങുകളും സംഘടിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ എക്സാം ടിപ്സ് എല്ലാം നമ്മളുടെ ഈ ബാച്ചിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ പേഴ്സണൽ മെന്റർഷിപ്പും ഇവിടെ ലഭ്യമാണ്.
നമ്മളുടെ ഈ ബാച്ച് മെയിനായും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷകളായ കമ്പനി ബോർഡ് LGS, VFA, അതുപോലെ തന്നെ ബെവ്കോ LDC പോലുള്ള എക്സാമുകൾക്കാണ്. ഓഗസ്റ്റ് 10-നാണ് നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾക്കൊരു ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പേയ്മെന്റ് ചെയ്ത ശേഷം അതേ നമ്പറിൽ തന്നെ വാട്സപ്പിൽ അതിന്റെ സ്ക്രീൻഷോട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും എനിക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. എല്ലാ മാസവും നിങ്ങൾക്ക് 150 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 150 രൂപയും അതുപോലെ തന്നെ 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 100 രൂപയും 21-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 50 രൂപയുമാണ് നമ്മുടെ ജോയിനിങ് ഫീസ് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ ശ്രദ്ധിച്ച് പഠിക്കണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, പിന്നെ 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അക്ഷരരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓക്കെ, ശരണ്യ. അപ്പൊ ഈ പേര് ഓർത്തു വെച്ചാൽ മതി. ശരണ്യ എന്ന പേര് ഓർത്തു വെച്ചോ. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, അതായത് കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ, അല്ലെ, 30 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി അങ്ങനെയുള്ള വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. അത്രമാത്രം ആലോചിച്ചാൽ മതി. ഇങ്ങനെ സെന്റൻസ് ആക്കി പഠിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അവിവാഹിതരായ 30 വയസ്സിൽ ശേഷവും അവിവാഹിതരായിട്ടുള്ളവരും അതുപോലെ തന്നെ വിധവകളായിട്ടുള്ളവരും, ഇങ്ങനത്തെയൊക്കെ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓക്കെ, അടുത്ത ചോദ്യം. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി 2016-ൽ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. ഓക്കെ, കൈവല്യ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഭിന്നശേഷിക്കാർക്കാണ്. ഭിന്നശേഷി. അപ്പോൾ ഭിന്നശേഷി കൈയില്ലാത്ത ഒരാളാണെന്ന് ആലോചിച്ചാൽ നമുക്ക് എങ്ങനെ ആലോചിക്കാം? കൈവയ്യ എന്ന് ആലോചിക്കാം. അപ്പോൾ കൈവല്യ എന്നുള്ളതിനെ കൈവയ്യ എന്ന് ഓർത്ത് വെച്ചുകൂടെ? അപ്പോൾ കൈവയ്യ. ഓക്കെ, കൈവയ്യ എന്ന് ഓർത്താൽ കൈവല്യ എന്നത് കിട്ടും. നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഭിന്നശേഷിക്കാർ എന്നത് ഇവിടെ ഓർത്തു വെക്കണം. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി വായ്പ എന്നിവ നൽകുന്നതിനായി 2016 എപ്പോഴാണ്? 2016-ൽ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. കൈവല്യ എങ്ങനെ ഓർത്തു വെക്കാം? കൈവയ്യ എന്ന് ഓർത്തു വെക്കാം കേട്ടോ. കൈവല്യ. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണം കിട്ടി. ആദ്യത്തെ ശരണ്യ ഓർത്തു വെക്കണം. ശരണ്യ. അടുത്ത ചോദ്യം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50-നും 65-നും മധ്യ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. നവജീവൻ. ഓക്കെ, നവജീവൻ പദ്ധതി. എത്രയാണ്? 50-നും 65-നും മധ്യ. 50-നും 65-നും ഇടയിൽ പ്രായമുള്ള മധ്യപ്രായമുള്ള മുതിർന്ന ആളുകൾ, അതായത് 50-നും 65-നും ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. നവജീവൻ. എന്താണ് നവജീവൻ പദ്ധതി? ശ്രദ്ധിക്കണം. നവജീവൻ പദ്ധതി കേരളത്തിലെ ഫുൾ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50-നും 65-നും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. നവജീവൻ പദ്ധതി. അത് ക്ലിയർ ആയല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. അപ്പോൾ ഉന്നതി എന്നാലോചിച്ചാൽ മതി. ഉന്നതത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, പട്ടികജാതി പട്ടികവർഗക്കാരൊക്കെ ഉന്നതയിലേക്ക് കൊണ്ടുവരിക, അല്ലെ? ഉന്നതയിലേക്ക് കൊണ്ടുവരിക എന്ന് ആലോചിച്ചാൽ ഉന്നതി വിജ്ഞാൻ എന്നത് കിട്ടും. ഉന്നതി വിജ്ഞാൻ. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. ഓക്കെ, അടുത്ത ചോദ്യം. അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കോണമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ്. ഓക്കെ, പ്രൈഡ്. ശ്രദ്ധിച്ചോ, പ്രൈഡ്. ആർക്കാണ്? അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കണോമി മിഷൻ. ആരാണ് ഇത് ആരംഭിച്ചതെന്നൊക്കെ ചോദ്യം വന്നാൽ ശ്രദ്ധിക്കണം. നോളജ് ഇക്കണോമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ്
പ്രൈഡ്. ഓക്കെ, ഏതാണ്? പ്രൈഡ് ആണ്. അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കണോമി മിഷൻ നടപ്പിലാക്കുന്നതാണ് പ്രൈഡ്. എന്താണ് പേര്? പദ്ധതിയുടെ പേര് പ്രൈഡ് എന്നാണ്. പ്രൈഡ്. പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി. ഏതാണ്? പഞ്ചമിയാണ്. ഓക്കെ, പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി. ഓക്കെ, പഞ്ചമി. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി നോളജ് എക്കണോമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം. ഓക്കെ, നമുക്ക് ആലോചിച്ചാൽ മതി. മത്സ്യം. ഓക്കെ, ഇത് കണ്ടോ, മത്സ്യത്തൊഴിലാളികളാണ്. അപ്പൊ തൊഴിൽ തീരം, കടൽ തീരം എന്ന് ആലോചിക്കുക. മത്സ്യത്തൊഴിലാളികൾ എവിടെ ഉണ്ടാവുക? കടൽ തീരത്ത് എന്ന് ആലോചിച്ച് വെക്കുക അല്ലെ. പുഴയുടെ തീരത്ത് എങ്ങനെ ആലോചിച്ച് വെക്കുക? എല്ലാം എന്താണ്? തീരത്താണ് ഉണ്ടാവുക. അപ്പൊ തീരം ആലോചിക്കുക. തൊഴിൽ തീരം. അപ്പൊ അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യത്തൊഴിലാളി വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് അവിടെ കിട്ടുമല്ലോ. മത്സ്യത്തൊഴിലാളി, തൊഴിൽ തീരം. പിന്നെ പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി. ഓക്കെ, പഞ്ചമി. തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. ഏതാണ്? സാഗർമാല. അപ്പൊ തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. സാഗർമാല. ഓക്കെ, ഏതാണ്? സാഗർമാല. ഓർത്തു വെക്കാലോ, സാഗർമാല. നൈപുണ്യാണ്. നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. ഓക്കെ, അടുത്തത്, കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതി എന്താണ്? എന്റെ തൊഴിൽ എന്റെ അഭിമാനം. എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0. ഓക്കെ, 2.0 എന്ന് ഓർത്തു വെക്കുക. കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0. എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0 അല്ലെങ്കിൽ 2.0 ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, 2.0 ഓർത്തു വെക്കുക. 2.0. ഓക്കെ, എന്റെ തൊഴിൽ എന്റെ അഭിമാനം. കേരളത്തിലെ യുവാക്കൾക്ക്. അപ്പൊ യുവാക്കൾക്ക് എന്ത് വേണം? തൊഴിൽ വേണം. യുവാക്കൾക്ക് തൊഴിൽ വേണം. വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം. എന്റെ തൊഴിൽ എന്റെ അഭിമാനം. അപ്പൊ അത് ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലികൾ ചെയ്യാൻ ചുമട്ട് തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി. എന്താണ്? നവശക്തി. ചുമട്ട് തൊഴിലാളികൾക്ക് എന്ത് വേണം? നല്ല ശക്തി വേണം എന്നാലോചിക്കുക. അപ്പൊ നവശക്തി പദ്ധതി. ശക്തി ആലോചിച്ചാൽ മതി. നവശക്തി പദ്ധതി. നവശക്തി പദ്ധതി. അപ്പൊ നവ ആലോചിച്ച് എന്ത് കിട്ടും? ആധുനിക യന്ത്രോപകരണങ്ങളും അവിടെ തന്നെ കിട്ടുവേ. അപ്പൊ നവശക്തി എന്നാലോചിച്ച് ആധുനിക യന്ത്രോപകരണങ്ങൾ. അപ്പൊ നവശക്തി പദ്ധതി. ഓക്കെ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടി ഏതാണ്? മാരിവില്ല്. ഓക്കെ, ഏതാണ്? മാരിവില്ലാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. ഓക്കെ, മാരിവില്ല്. ട്രാൻസ്ജെൻഡർ മാരിവില്ല്. ആലോചിച്ച് വെക്കുക. പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ന്യൂ SCRT പോയിന്റ് ആയതുകൊണ്ടും പിന്നെ ഇത് ആര് രചിച്ചതാണെന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ആരാണ്? പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ NV കൃഷ്ണവാര്യർ. ഓക്കെ, സാഹിത്യ ഭാഗത്ത് നിന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. ഏതാണ്? NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ. എന്താണ്? പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ NV കൃഷ്ണവാര്യരാണ്. അപ്പൊ ഇത്രയും പദ്ധതികളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. പദ്ധതികളൊക്കെ ഈ പാഠവുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ക്ലിയർ ആയി പോയില്ലേ? ഇനി നമ്മൾ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. ഡൗട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ 2-3 തവണയ്ക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് പെർഫെക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ് ഉടനെ വേണം എന്ന കമന്റ് അല്ല, എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും വേഗത്തിൽ തന്നെ ഓരോ ക്ലാസ്സുകളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരും. കാരണം ഇത് നോട്ട് ഉണ്ടാക്കേണ്ട പ്രോസസ്സും കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് എടുക്കുന്ന കുറച്ച് സമയം മാത്രം എനിക്കായിട്ട് നിങ്ങൾ തരണം.
അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും വേഗതയിൽ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇന്ന് തന്നെ അടുത്ത ക്ലാസ് വേണം, നാളെ തന്നെ അടുത്ത ക്ലാസ് വേണം, ഈ രീതിയിലുള്ള കമൻറ്റുകളല്ല. അല്ലാതെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകരിച്ചെങ്കിൽ, ആ രീതിയിലുള്ള നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിലും അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നില്ല എന്നാണെങ്കിലും, നിങ്ങൾക്ക് നെഗറ്റീവാണ് പറയാനുള്ളതെങ്കിലും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കമൻ്റ് ആണെങ്കിലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്